ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. കഴിഞ്ഞ ദിവസം നമ്മളൊരു പ്രോൺസ് കറിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി ചക്കപ്പുഴുക്ക് തയ്യാറാക്കുമ്പോൾ അതിൻ്റെയും കൂടെ ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോൺസ് കറി തയ്യാറാക്കുന്നതെന്ന്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ തയ്യാറാക്കുന്ന ആ ഒരു ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പിയാണ്. ചക്കപ്പുഴുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഇതൊക്കെ ഒരു റെസിപ്പി ആയിട്ട് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയായിരിക്കും. പക്ഷേ തയ്യാറാക്കുന്ന രീതിയിലും അതുപോലെ തന്നെ നമ്മൾ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിലും ഒക്കെ ചെറിയ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ടേസ്റ്റിലും വ്യത്യാസങ്ങൾ വന്നേക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിനിടയ്ക്ക് നിങ്ങൾ തയ്യാറാക്കുന്ന അതേ രീതി തന്നെയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കാണുന്നത് നിർത്തിക്കോളൂ. അത്രേ ഉള്ളൂ കാര്യം. നമ്മളിപ്പോൾ ഒരു കുക്കറിലേക്ക് ചക്ക ഇതുപോലെ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരു തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയിൽ തപ്പിക്കൊണ്ടിരുന്നത് എന്താണെന്ന് അറിയോ? ഇത് കണ്ടില്ലേ ഈ കുരു? ഇത് നമ്മൾ തൊലി കളയാതെ അങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. ഇത് ഞങ്ങൾ പറയുന്ന പേരാണ് കള്ളക്കുരു. ചക്ക കഴിക്കാറാകുമ്പോൾ വിളമ്പുന്ന ടൈമിൽ ആരാണോ ചക്ക കൊതിയന്മാര് അവരുടെ പ്ലേറ്റിലാണ് ഈ ഒരു കുരു വന്ന് വീഴുന്നതെന്നാണ് നമ്മൾ പറയാറുള്ളത്. എനിക്കിത് തൊലി പൊളിച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇനി അഥവാ പ്ലേറ്റിൽ വീണിട്ടില്ലെങ്കിലും ഞാൻ തപ്പിയെടുക്കാറുണ്ട്. തപ്പിയെടുക്കാതെ തന്നെ പ്ലേറ്റിൽ വീഴാറുണ്ടെന്നുള്ളതാണ് സത്യം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇവിടെ കല്ലുപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ചക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുമ്പൊക്കെ അമ്മ എല്ലാം ഡയറക്റ്റ് ആയിട്ട് ചക്കയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആയി കിട്ടും. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കുക്കർ ഒന്ന് കവർ ചെയ്ത് വെച്ച ശേഷം 2 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 വിസിലിൽ കൂടുതൽ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് കുക്കായി കിട്ടുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട്, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചക്ക കുക്ക് ചെയ്തെടുക്കുന്ന ടൈമിൽ മുളക് പൊടി ചേർത്തിട്ടില്ല എങ്കിലോ അതല്ല നിങ്ങൾക്ക് എരിവ് പ്രശ്നമല്ല എന്നുണ്ടെങ്കിലോ ഇതിൽ കുറച്ച് പച്ചമുളകും കൂടെ ചേർക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ജീരകവും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അല്ലാതെ പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതാ കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ടൈമിൽ നമ്മുടെ ചക്കയൊക്കെ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കോക്കനട്ട് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലായിടത്തും എത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കള്ളക്കുരു നമ്മൾ ഒരു 6-7 ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു 3-4 എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചക്ക നല്ലതായിരുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ചക്കപ്പുഴുക്കിന്. പ്രോൺസ് കറിയും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കഴിക്കുകയും ചെയ്തു. നമ്മുടെ ചാനൽ ഇനിയും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇനിയും വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്ക് എൻകറേജ്മെന്റ് കിട്ടുന്നത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒരു മിനിറ്റ് കേട്ടോ. കുഞ്ചൂസിന് നിങ്ങളോട് എല്ലാവരോടും എന്തോ പറയാനുണ്ടെന്നാണ് പറയുന്നത്. Subscribe to Chennai Cooks and Talks. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.